നമസ്കാരം. ഷായാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരമാവധി ക്രിസ്ത്യൻ സ്കൂളുകളിൽ ചേർക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഞാനൊരു ക്രിസ്തു മതത്തിലുള്ള ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ പോകുന്നതുകൊണ്ടാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. കാരണം ഇവർ ഈ അച്ഛന്മാരും ബിഷപ്പുമാരും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഇവർ കൊള്ളയടിക്കാതിരിക്കുക, പിടിച്ചുപറിയും കൊള്ളയടിയും. ഇവർ വലിയ വലിയ സ്കൂളുകൾ ഉണ്ടാക്കും, വലിയ പൊങ്ങച്ചത്തിന്. ഈ പൈസയ്ക്ക് ആരെന്നോ ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കണം. ഇവർ പോക്കറ്റിൽ കൂടെ കൈയിട്ട് കൊള്ളയടിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ അമ്പലത്തിലെ കൊള്ളാടി പോലെയല്ല ഇവർ വേറൊരു തരത്തിലാണ് ഈ അച്ഛന്മാരും ഈ ബിഷപ്പുമാരും കൂടെ കൊള്ളയടിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ചില പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ ദേവാലയങ്ങൾ ഉണ്ടാക്കിക്കൂട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ഇത് സഭയ്ക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കത്തോലിക്ക സ്കൂളിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ ചേർക്കാതിരിക്കുക. കാരണം അവന്മാർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ചത്തവനെ 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും മേടിച്ച് കല്ലറ ഉണ്ടാക്കാൻ വേണ്ടി ചത്തവൻ്റെ ശവസംസ്കാരത്തിന് കല്ലറ ഉണ്ടാക്കി പൈസ മേടിക്കുന്നവന്മാരാണ് പള്ളിയിലച്ചന്മാർ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, തെറി വിളിക്കുന്നവരുണ്ടാവും, അത് നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഉള്ള കാര്യം പറയും. അത് ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ അഭിപ്രായം അറിയിക്കണം. എനിക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ രൂപതയിൽ നിന്നും ഇടവകയിൽ നിന്നും സമുദായത്തിൽ നിന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊങ്ങച്ചമാണ്. നിങ്ങൾ ഹൈന്ദവ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ കൊണ്ട് മക്കളെ ചേർത്തു, നന്നായിട്ട് പഠിപ്പിക്കും, നല്ല വൃത്തിയായിട്ട് അവർ നോക്കും, നല്ല പരിചരണം കിട്ടും, നല്ല കെയറിങ് എല്ലാം കിട്ടും. ഹിന്ദു മാനേജ്മെൻറ്റിൻ്റെ കീഴിലെ സ്കൂളിൽ നിങ്ങൾ മക്കളെ വിട്ടു, അവർ നല്ല വൃത്തിയായിട്ട് നല്ല വിദ്യാഭ്യാസം എല്ലാം അവർ തരും, നല്ല മര്യാദ രീതികളും നല്ല അച്ചടക്കവും ചിട്ടയെല്ലാം പഠിപ്പിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഈ കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ ദയവ് ചെയ്ത് പിള്ളേരെ വിടാതിരിക്കുക. കാരണം കൊള്ളയടിക്കുകയാണ് കൊള്ളയടിച്ചാണ് മേടിക്കുന്ന പൈസ. ശരി, ആലോചിക്കുക. പാവപ്പെട്ടവർക്കല്ല നീതി, പാവപ്പെട്ടവർക്കുമാർ നീതിയും കൊടുക്കില്ല. ഇവന്മാർക്ക് പണക്കാരോടാണ്. ചില ഇടവക അച്ഛന്മാരും ബിഷപ്പ് ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു കൊട്ടേഷനാണ്, പണം ഉണ്ടാക്കുകയാണ്. രൂപതയും സമുദായവും ദൈവത്തിൻ്റെ പേരും പറഞ്ഞാണ് പരിപാടിയെല്ലാം നടന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ വിടാതിരിക്കുക. ഹിന്ദു മാനേജ്മെൻറ്റിൻ്റെ